യെസ്, നമസ്കാരം. നമ്മൾ സാധാരണ ബിസിനസ് കാര്യങ്ങളാണ് പറയുന്നത്. ബിസിനസ്സിനകത്ത് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് STP. STP എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഒരു മോഡലാണ്. ഈ STP എന്നുള്ളത് അത് ജാർഗൺസ് ആയിട്ട് തോന്നുന്നതാണ്, ജാർഗൺസ് ആയിട്ട് എടുക്കേണ്ട, അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് STP എന്നുള്ള മാർക്കറ്റിംഗ് മോഡലിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഞാനൊരു ടൂളിനെ തരാനായിട്ട് പെട്ടെന്ന് ശ്രദ്ധയിൽ വരാനെടുത്തിട്ടൊരു ടൂളാണ് ഇവിടെ. ഇതൊരു അണ്ടർ ഗാർമെന്റ്സ് ആണ്, അണ്ടർവെയർ ആണ്. അപ്പൊ ഇതിന്റെ ബ്രാൻഡിന് ഞാനിവിടെ പറയുന്നില്ല. ഈ ബ്രാൻഡിന് പറയാതെ ഈ ഒരു അണ്ടർവെയറിനെ നോക്കുകയും, ഈ അണ്ടർവെയറിനകത്ത് ഇത് കോട്ടന്റെ മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയലാണ്, ശരീരത്തിന് നല്ലതാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ ഒരു പ്രത്യേകത, അതായത് ഇത് മാർക്കറ്റിലേക്ക് സെല്ല് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്, തൃശ്ശൂർ റൗണ്ടിൽ നിന്നാണ്. അപ്പൊ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത പറയാൻ വേണ്ടി STPനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. S എന്ന് പറയുന്നത് സെഗ്മെന്റേഷൻ ആണ്. സെഗ്മെന്റേഷൻ വെച്ചാല് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏത് സെഗ്മെന്റിലേക്കാണ്, ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് വേണ്ടത്, ഏത് ഏരിയയിലാണ് വേണ്ടത്, തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ വേണ്ടത്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ആവശ്യങ്ങൾക്കാണ് കൊടുക്കേണ്ടത് എന്ന് ഒരു മാർക്കറ്റിംഗ് ടീം അനലൈസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഞാൻ പറയുന്നത്. ഇത് ഞാൻ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റിനകത്ത് ഈ പ്രോഡക്റ്റ് പ്രത്യേകിച്ച് കോട്ടനാണ്, നല്ല മെറ്റീരിയലാണ് എന്ന് തോന്നുന്നു. ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. ഓക്കെ, ഇതിന് ഇവിടെ നല്ലൊരു തടിച്ചിട്ടുള്ള ഒരു ബൈൻഡിങ് ഉണ്ട്, അതായത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു പ്രോഡക്റ്റ് തൃശ്ശൂരിൽ വെച്ചിരിക്കുകയാണ്. തൃശ്ശൂരിൽ വെക്കുമ്പോൾ ഇത്തരത്തിലേക്ക് 2 പോക്കറ്റ് ഉള്ള ഒരു അണ്ടർവെയർ തൃശ്ശൂർ ധരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടായിരിക്കും? അപ്പൊ തൃശ്ശൂരിൽ മലയാളികളുണ്ട്, തമിഴൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബംഗാളികളൊക്കെ ഉണ്ടാകും. ഇവരിലേക്ക് ആരിലേക്കാണ് പൊസിച്ചിരിക്കുന്നത്? അപ്പൊ തൃശ്ശൂർ റൗണ്ടിൽ ഞാൻ കയറി ചെന്ന് ചോദിച്ചപ്പം എനിക്കൊരു ബോക്സർ ടൈപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ എടുത്തു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ പ്രോഡക്റ്റ് അല്ലാതെ വേറെ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഇല്ല, ബോക്സർ ഇല്ല. അപ്പൊ ഈ ടൈപ്പുള്ള ഒരു പ്രോഡക്റ്റ് തൃശ്ശൂർ മാർക്കറ്റിൽ സെഗ്മെന്റ് അനുസരിച്ച് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കച്ചവടം നടക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അവിടെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടായിരിക്കും? ഇവിടെ 2 പോക്കറ്റ് ഉപയോഗിക്കുന്ന എത്ര മലയാളികൾ ഉണ്ടായിരിക്കും? ഈ പോക്കറ്റ് എന്തിനെ വെച്ചാണെന്ന് എനിക്കറിയില്ല. ഒരു മൊബൈൽ കൊള്ളാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഈ മൊബൈൽ ഇതിനകത്ത് വെക്കുവാണെങ്കിൽ അവന്റെ കിഡ്നമണി അടിച്ചു പോകും. ഈ ചിന്ത ഈ 2 പോക്കറ്റ് വെക്കുമ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് ഏത് സെഗ്മെന്റിലേക്ക് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്? അപ്പൊ ആ ആളുകളുടെ അവിടെ വെച്ചിട്ട് ഈ മാർക്കറ്റിൽ തൃശ്ശൂർ റൗണ്ടിൽ വെച്ചത് വിൽക്കുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന സ്ക്വയർ ഫീറ്റിന്റെ ഒരു റേഷ്യോ ഓഫ് ROI നോക്കുമ്പോൾ അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. ആ ഷോക്കേസ് ചെയ്തിരിക്കുന്ന സ്ഥലം വേസ്റ്റ് ആയിരിക്കും, കാരണം അത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം അവിടെ കുറവായിരിക്കും. അപ്പോൾ അവിടെ ഏത് ടൈപ്പ് വെക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് S എന്ന് പറയും, സെഗ്മെന്റേഷൻ. ആ സെഗ്മെന്റേഷനകത്ത് തന്നെ അവിടെ സെഗ്മെന്റേഷൻ പഠിച്ചു, അവിടെ ഇന്ന ടൈപ്പ് ആളുകളാണെന്ന് പഠിച്ചു. അതിനുശേഷം അതിലേക്ക് ഏത് ആളുകൾക്ക് ഇത് കൊടുക്കണം, ഏത് ആളുകൾക്കാണ് കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നതിനെ പറയുന്ന പേരാണ് ടാർഗറ്റിംഗ്. അപ്പൊ ഇതിനെ ടാർഗറ്റ് ചെയ്യണം. അതായത് ഒരു സ്ഥലത്തെ പോയി പഠിച്ചു, എന്നിട്ട് അവിടെ ഇന്ന ആളുകളുടെ ആവശ്യമുണ്ട്, അതിൽ എത്ര % ആളുകൾ നമ്മുടെ ഇത് വാങ്ങും, തൃശ്ശൂർ റൗണ്ടിൽ ഈ പ്രോഡക്റ്റ് എത്ര പേര് വാങ്ങും എന്ന് പഠിക്കുന്നതിനാണ് പറയുന്നത്. അത് എങ്ങനെ റവന്യൂ കണക്ട് ആവും എന്ന് പഠിക്കുന്നതിനെയാണ് പറയുന്നത് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് സെഗ്മെന്റേഷനെ പഠിച്ചു, ആ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ എത്ര പേർക്ക് ഇത് ഈ ഇത്തരം ട്രൗസറിന്റെ ആവശ്യം ഉണ്ടാവും, അതിനകത്ത് നമ്മളിത് ആരിലേക്കാണ് പൊസിഷൻ ചെയ്യണേ. അപ്പൊ തൃശ്ശൂരിലാണെങ്കിൽ അവിടെ മലയാളികൾക്കാണ് പൊസിഷൻ ചെയ്യണത് എങ്കിൽ ഈ ടൈപ്പ് അണ്ടർ ഗാർമെന്റ്സ് അല്ല അവിടെ വെക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ് അവിടെ ഉണ്ടാകണം. അങ്ങനെ വന്നു ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങുന്ന ആളുകളിലേക്ക് അതിനെ പൊസിഷൻ ചെയ്യണം. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങുന്ന തരത്തിലുള്ള ആളുകൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് അട്രാക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെ പൊസിഷൻ ചെയ്യണം. അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, ഇത്തരം ആവശ്യക്കാർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സ്ഥലത്താണ് ഇതിനെ പൊസിഷൻ ചെയ്യേണ്ടത്. അതായത് STP എന്ന് പറയുന്നത് ഫസ്റ്റ് S സെഗ്മെന്റേഷൻ. ആ സെഗ്മെന്റേഷൻ ഏത് ഏരിയയിൽ ഇത് വിൽക്കണമെന്നും, രണ്ടാമത്തെ ആ ഏരിയയിൽ ഏത് കാറ്റഗറി ആളുകൾക്ക് ഇത് കൊടുക്കണമെന്നും, മൂന്നാമത്തത് അതിലേക്ക് എങ്ങനെ പൊസിഷൻ ചെയ്യണം, അതായത് മാർക്കറ്റിംഗ് മിക്സ് ഉപയോഗിച്ചിട്ട് ആ പ്രോഡക്റ്റിനെ അവരിലേക്ക് എത്താൻ വേണ്ടി എവിടെ ഇത് പൊസിഷൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു മാർക്കറ്റിംഗ് മോഡൽ നമ്മുടെ ബിസിനസ്സിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാ പണികളും എടുക്കുന്നുണ്ടാകും, പക്ഷേ റവന്യൂ ജനറേറ്റ് ചെയ്യണമെന്നില്ല. ഇത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രോഡക്റ്റിന് നല്ല സ്ഥലത്ത് റെന്റ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ പ്രോഡക്റ്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ ഗേൾസിനെയും വെച്ചിട്ടുണ്ട്, ഇതൊക്കെ
ഒക്കെ ചിലവുണ്ട്. പക്ഷേ ഈ പ്രോഡക്റ്റ് തൃശ്ശൂരിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആളുകൾ വാങ്ങും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊന്നും പഠിക്കാതെ മാർക്കറ്റ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം എന്നുള്ള വ്യഗ്രതയോടുകൂടെ ഒരു ഷോപ്പ് എടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ബിസിനസ് റവന്യൂ ജനറേറ്റ് ആവില്ല. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റും ആവശ്യക്കാരും തമ്മിൽ വളരെയധികം ഡീവിയേഷൻ ഉണ്ടാവും. ഇത് പഠിപ്പിക്കുന്നതിനാണ് പറയുന്നത് ഈ STP എന്ന് പറയുന്നത്. അപ്പോൾ STP എന്നുള്ള ഒരു ടൂളാണ്. അതുപോലെ പലപ്പോഴും ബിസിനസ് പരാജയപ്പെടുന്നു, ഏണിംഗ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെങ്കിൽ ഇത്തരത്തിലേക്ക് സമൂഹവും നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ടുള്ള ഡീവിയേഷൻ അകലം കൂടി നിൽക്കുകയാണെങ്കിൽ അത് ബിസിനസ് ആയിട്ട് ജനറേറ്റ് ചെയ്യില്ല. അതിനുവേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടർ ഗാർമെന്റ്സ് വെച്ചത്. മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.